എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, ഇന്ന് നല്ല സദ്യ സ്റ്റൈല് പുളിഞ്ചിയാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തുള്ളത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ പുളിഞ്ചിയാണ് തയ്യാറാക്കിയെടുത്തുള്ളത്. തൃശ്ശൂർ സ്റ്റൈൽ പുളിഞ്ചി കഴിച്ചവർക്ക് അറിയാം, നല്ലൊരു മധുരം ഇഞ്ചിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇഞ്ചി ആയിരിക്കും ആ മുൻപന്തിയിൽ നിൽക്കുക ടേസ്റ്റിൽ. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാത്രമല്ല, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ, ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ശർക്കര, അതുപോലെ തന്നെ പുളി, നമ്മുടെ കോൽപ്പുളി, ഇതൊക്കെ കൂടിയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് ഈ കോൽപ്പുളി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ആ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഞെരടി ആക്കി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി എക്സ്ട്രാ 1 കപ്പും കൂടി ഇതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതൊന്ന് അതിൽ കിടന്നൊന്ന് ഞെരടാൻ പാകത്തിനാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതേ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ വളരെ ചെറുതാക്കി ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി പച്ചമുളക്, അതും ഇതേപോലെ വളരെ ചെറുതാക്കി തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അതൊന്ന് മാറ്റി വയ്ക്കണം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വറ്റൽമുളകാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര പാനി തയ്യാറാക്കി എടുക്കാനായിട്ട് 1/2 കപ്പ് ഇതേപോലെ ചൂടുവെള്ളത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതേപോലെ നല്ല കുറുകിയെടുത്താൽ പാനി നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് നല്ലെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് പൊട്ടി വന്നാൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഈ ഇഞ്ചി ഇതിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതായത് ഇഞ്ചി അതിൽ കിടന്നൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് പുളിവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു 3/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള ഈ ശർക്കര പാനി ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതുണ്ടല്ലോ അരിപ്പയിൽ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ വല്ല കരടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ല തിളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അത് തിളച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇത് നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ അധികം ലൂസ് അല്ലാണ്ട് കുറച്ചൊരു കട്ടിയിൽ അങ്ങോട്ട് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇനിയുള്ളത് ചട്ടിയിലിരുന്ന് അത് നന്നായിട്ട് തന്നെ ഒന്ന് ആ ചൂട്ടത്ത് കുറുകി വരും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയത് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പരുവായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇതിൽ ഇരുന്നിട്ട് ഇനി ഇത് വീണ്ടും ആ ചൂടത്ത് കിടന്നിട്ട് ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമ്മൾ ഒരു പരുവായി കഴിഞ്ഞാൽ ഫ്ലെയിം എന്തായാലും ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആ പരുവത്തിന് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് വേഗം തന്നെ ഉണ്ടാക്കി വെച്ചോട്ടോ. കാരണം നമ്മുടെ ഓണം അടുത്ത് കഴിഞ്ഞു. മാത്രമല്ല ഇഞ്ചൻപുളിയൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കേടാവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.